ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ആവശ്യപ്പെട്ടതുപോലെ കേരളം എന്ന നാടിന്റെ മഹിതമായിട്ടുള്ള പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ് സ്വയം പാപ്പരാണെന്ന് പ്രഖ്യാപിച്ച് പിച്ചച്ചട്ടിയുമായി ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ ഞങ്ങൾ എന്തെങ്കിലും സഹായത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന വിധത്തിലുള്ള പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ കേരളം തള്ളിക്കളയാണ്. സാർ, എത്ര ബുദ്ധിമുട്ട്, കേരളത്തിന് എത്രയോ ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളിൽ. കേരളത്തിന്റെ വികസന പദ്ധതികളുടെ പ്രത്യേകതകൾ കൂടി വെച്ചിട്ടായിരിക്കാം. കേരളത്തിന് എത്രയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ സാർ, ഉറപ്പിച്ച് ഞങ്ങൾ ഈ യോഗത്തിൽ പറയുന്നു, ഈ സഭാ സമ്മേളനത്തിൽ പറയുന്നു, ആത്മാഭിമാനം പണയം വെച്ച് 3.5 കോടി മലയാളിയുടെ ആത്മാഭിമാനം പണയം വെച്ച് ഒരിടത്തും പിച്ചച്ചട്ടിയുമായി നിൽക്കേണ്ട കാര്യം കേരളത്തിലെ ഗവൺമെന്റിനും കേരളത്തിലെ ജനങ്ങൾക്കുമില്ല, ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളം ഏറ്റവും ദുരന്തത്തോടെ കണ്ട വയനാടിനെ, ചൂരൽമലയിലെ പുഞ്ചിരിമുറ്റവും മുണ്ടക്കൈയും മട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരൽമലയെ, 298 പേരുടെ മരണത്തിൽ കലാശിച്ച ചൂരൽമലയെ, പ്രിയപ്പെട്ട സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ട ചൂരൽമലയെ ഇത്രമേൽ മൃഗീയതയോടെ ക്രൂരതയോടെ കണ്ട ഒരു കേന്ദ്ര ഗവൺമെന്റ്. സാർ, പറയാൻ പ്രയാസമുണ്ട്. ഒരു ചെറിയ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ച ഗവൺമെന്റ് 2005 പാർലമെന്റ് ചുമതലപ്പെടുത്തിയതനുസരിച്ച്, ദുരന്ത നിവാരണ ആക്ട് 2005 ചുമതലപ്പെടുത്തിയതനുസരിച്ച്, അതിന്റെ സെക്ഷൻ 13 പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സാർ ഒരു യോഗം ചേർന്നൊരു തീരുമാനമെടുത്താൽ ഈ ദുരന്ത നിവാരണ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരുടെയും കടങ്ങൾ എഴുതി തള്ളാൻ നിയമപരമായി പാർലമെന്റ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാർ, കേരളത്തിന് പണമൊന്നും തന്നില്ലെങ്കിലും ആ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള കാര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ഒരു നിലപാടെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിനോടുള്ള അതിഭീകരമായ പകയുടെ വിദ്വേഷത്തിന്റെ ഭാഗമായി അതിനെ കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകട്ടെ സാർ, ഈ സഭാ സമ്മേളനം കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ തന്നെ അവിടെ ആരംഭിക്കാൻ പോകുന്ന ടൗൺഷിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് എന്ന കാര്യം ഞാൻ ഈ സഭയെ അറിയിക്കുന്നു. എത്ര കഴുത്തു പിടിച്ചു ഞെരിച്ചു വന്നാലും ഒരു മാധ്യമവും ആശങ്കപ്പെടുത്തണ്ട. ദുരന്തബാധിതനാണെങ്കിൽ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഒരു ദുരന്തബാധിതനെയും അവിടെ ഒറ്റപ്പെടുത്തി ഞങ്ങൾ ചുരമിറങ്ങില്ല. അവസാനത്തെ ദുരന്തബാധിതനെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ മാർച്ച് മാസത്തിൽ ആരംഭിക്കും.